താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. ബൈബിളിൽ മാനവരാശിയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ പിശാചിൽ നിന്ന് കിട്ടിയ ഒരു മുട്ടൻ പണിയോടെ. തോട്ടത്തിലെ നമ്മുടെ ഹൗവ വലിയമ്മച്ചിക്ക് പിശാച് കൊടുത്ത പണി തന്നെ. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വന്ന് കാണും, ദൈവദാസനെ എന്തിനാണ് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്? അത് ഹൗവയ്ക്ക് കിട്ടിയ പണി ആയതുകൊണ്ട് ചിന്തിക്കുന്നതല്ല. ആ പണി ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും പിശാച് തന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പണി തരുവാൻ വേണ്ടി വേലിക്കൽ പിശാച് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ആ പിശാചിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടുവാനും എങ്ങനെ ആ പിശാചിനെ തുരത്തുവാനും കഴിയും? അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പം ആയിരുന്നാട്ടെ. ചിലരുടെ വേലിക്കരികിൽ നിന്ന് പിശാച് ഓടിപ്പോവുകയാണ്. ആ നന്മകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ അനുഗ്രഹങ്ങളിലേക്ക് സന്തോഷങ്ങളിലേക്ക് ഒളികണ്ണിട്ട് എപ്പോൾ ഒരവസരം കിട്ടും അതിനെ തകർത്ത് മുടിച്ച് നശിപ്പിച്ച് കളയാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പിശാച് കണ്ടം വഴി ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ പോവുകയാണ്. അപ്പോൾ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ സമീപ ഭാവിയിൽ അവന് സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തെ പ്രവചിക്കുകയാണ്. നിറയുക, വാഴുക, വർദ്ധിച്ച് പെരുകുക. ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ ദൈവവും നിങ്ങളുമായി കാണുന്ന ഒരു മൊമെന്റ്, അതെങ്ങനെയെന്ന് ചിന്തിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിനൊപ്പം ആയിരിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു, പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവവുമായി മുഖാമുഖം വന്നു ചേരുന്നു. അതെ, അങ്ങനെ നിങ്ങളെ ദൈവം കാണുമ്പോൾ അതൊരാത്മീയമായ തോട്ടാണ്. ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ദൈവവുമായി നിങ്ങൾ മുഖാമുഖം കാണുമ്പോൾ നിങ്ങളെ കണ്ട ഉടനെ ദൈവത്തിന് പറയുവാനുള്ളത് ഇത് തന്നെയാണ്: നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ വർദ്ധിക്കും, ഇന്ന് നിങ്ങളെ വാഴുന്ന സകലത്തെയും നിങ്ങൾ വാഴുവാൻ തുടങ്ങും. അതേ സഹോദര, ഇപ്പോൾ നീ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നോട് പറയുന്നത് അത് തന്നെയാണ്: നീ വർദ്ധിക്കും. നീ ആയിരിക്കുന്ന തകർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നീ വർദ്ധിക്കും. ഇന്ന് നിന്നെ ആ ജോലി സ്ഥലത്ത് ഭയപ്പെടുത്തുകയും നിന്റെ തലമേൽ കയറി നിന്നെ വാഴുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും നീ വാഴുവാൻ തുടങ്ങും. താങ്ക് ഗോഡ്. അതേ സഹോദരി, ഇന്ന് വലിയ കണ്ണുനീരിന്റെ മധ്യത്തിലാണ് ഈ വചന സന്ദേശത്തിനൊപ്പം നീ ആയിരിക്കുന്നത്. കുടുംബജീവിതം മുങ്ങിക്കപ്പലായി മാറിയിരിക്കുന്നു. അയ്യോ, ടൈറ്റാനിക്കിനേക്കാൾ ഗതികേടിലായിരിക്കുന്നു. ആഴത്തിൽ അത് മുങ്ങിപ്പോയിരിക്കുന്നു. മനോഹരമെന്ന് മറ്റുള്ളവർ പറഞ്ഞതാണ്, നീ അത് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇടിച്ച് നടുവൊടിഞ്ഞ് കടലിൻ്റെ ആഴത്തിൽ താണു പോയതുപോലെ ഇടിച്ച് തകർന്ന്, നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ ഇടിച്ച് തകർന്ന് താണ് നാശമായിരിക്കുന്നു. ആ കണ്ണുനീരാണ് നിന്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന രക്തം അതേ ആ തകർച്ചയെ മുൻനിർത്തിയുള്ളതാണ്. അതേ തകർച്ച ഉണ്ടാക്കിയ ശത്രുവിനെ നീ വാഴുവാൻ തുടങ്ങും. ദൈവത്തിന് അത് മാത്രമേ നിന്നോട് പറയുവാനുള്ളൂ: നീ വാഴും. ദൈവം ആഗ്രഹിക്കുന്നു നീ വാഴണം. കുടുംബ ജീവിതത്തിനകത്ത് നീ തള്ളപ്പെട്ടുവെങ്കിൽ, നീ മാറ്റി നിർത്തപ്പെട്ടുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു നീ വാഴണം. നീ വാഴണം. നിന്റെ കുടുംബം നിന്നിലൂടെ മുൻപോട്ട് പോകണം. താങ്ക് ഗോഡ്. സഹോദര, നീ വാഴണം. ആമേൻ. ശത്രുക്കളും പരദൂഷണക്കാരും ഏഷണിക്കാരും നാട്ടുകാരും ചുറ്റുമുള്ളവരും മുഖത്ത് നോക്കി സഹതപിച്ച് പിറന്തിരിക്കുന്നു ചിരിക്കുന്നവരുമെല്ലാം നീ വാഴണം. നിന്റെ തലമുറകളുടെ ജീവിതം അവർ വാഴണം. ദേശത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടണം, അവർ നന്മ പ്രാപിക്കണം. നീ സ്വപ്നം കണ്ടതിൽ അധികമായി അവർ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇടതടവില്ലാതെ അത് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ വർദ്ധിക്കും. അവർ എത്തിപ്പെടുന്ന സ്ഥാനത്ത് അവർ വാഴുവാനായി തുടങ്ങും. അവരെ വാഴുന്നതിനെ അവർ വാഴുവാനായി തുടങ്ങും. ആ രോഗത്തെ നിങ്ങൾ വാഴുവാനായി തുടങ്ങും. ആമേൻ. കർത്താവ് നിങ്ങളുമായി കണ്ടെത്തുന്ന ആ മൊമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് നിങ്ങളുമായി ചേർന്നിരിക്കുന്ന ആ മൊമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാ ദിവസവും പ്രൈസർ ഫാമിലിയിലൂടെ പ്രഭാതം എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് ആവർത്തിച്ച് കേൾക്കേണ്ടി വരുന്നു? കാരണം ദൈവത്തെ നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കാണുന്നു. ദൈവം നിങ്ങളെ കാണുമ്പോൾ ഇത് തന്നെ പറയും. അങ്ങനെ ഒരു വാഗ്ദത്തം ദൈവം പറയുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ: വർദ്ധിച്ച് പെരുകി സകലത്തെയും വാഴുക, സകലത്തെയും വാഴുക. വാഗ്ദത്തമായി. പലപ്പോഴും വാഗ്ദത്തം കേൾക്കുന്ന പലരും പിശാചിനെ നമ്മൾ ഓടിക്കുമെന്ന് പറഞ്ഞതുണ്ടല്ലോ കണ്ടം വഴി, അതുപോലെ വാഗ്ദത്തം കേൾക്കുന്ന പലരും ഓടിപ്പോകാറുണ്ട്. ഞാനും നിങ്ങൾ ഉൾപ്പെടെ.
നല്ലൊരു ദൂത് കേട്ട് കഴിഞ്ഞാൽ, നല്ലൊരു ആലോചന കേട്ട് കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. അയ്യോ കർത്താവ്, ഇതെങ്ങനെ സംഭവിക്കും? കാരണം ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചന അഥവാ ദൈവത്തിന്റെ വാഗ്ദത്തം തൻ്റെ പ്രവാചകനിലൂടെ, അഭിഷിക്തനിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളുവാൻ ഒട്ടും കഴിയത്തില്ല. കാരണം ആ വാഗ്ദത്തം നിറവേറുവാൻ കഴിയുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ആമേൻ. നിങ്ങൾ തന്നെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചേ. നിങ്ങളോട് പലപ്പോഴും ദൈവം തൻ്റെ ഭക്തന്മാരിലൂടെ അറിയിച്ച വാഗ്ദത്തങ്ങൾ അത് കേട്ട സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കതിനെ സീരിയസ് ആയി കാണുവാൻ കഴിയാത്തത്? ഈ സമയം ഞാൻ പറഞ്ഞ പല വാഗ്ദത്തങ്ങളും, ആ തൊഴിൽ മേഖലയിലുള്ള, കുടുംബ ജീവിതത്തിലുള്ള, തലമുറകളുടെ ജീവിതത്തിലുള്ള പല വാഗ്ദത്തങ്ങളും എന്തുകൊണ്ടാണ് ആമേൻ പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയാത്തത്? കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. സ്തോത്രം. അപ്പൊ നോക്കിയേ, ഈ വാഗ്ദത്തത്തിലേക്ക് തന്നെ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ പറയുന്നു വർദ്ധിച്ച് പെരുകുക. ഈ വാഗ്ദത്തം പറഞ്ഞതിന് ശേഷം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ആദമിന്റെ വാരിയലിൽ നിന്ന് ദൈവം ഹവ്വായെ സൃഷ്ടിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വാഗ്ദത്തം പറഞ്ഞു, അത് നിറവേറുവാനുള്ള സാഹചര്യം ഇല്ല. ഞാൻ നിങ്ങൾ വാഗ്ദത്തം കേട്ടു, നിറവേറുവാനുള്ള സാഹചര്യമില്ല, നമ്മൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകും. പക്ഷേ ദൈവം ആദ്യം വാഗ്ദത്തം പറയും, പിന്നെ അതിനു വേണ്ട സാഹചര്യങ്ങളെ ഒരുക്കും. അതേ സഹോദര, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ പകലിൽ നിങ്ങൾ കേട്ട ആ വാഗ്ദത്തം നിറവേറുവാനുള്ള സാഹചര്യത്തെ ആ ജോലി സ്ഥലത്ത് എൻ്റെ ദൈവം ഒരുക്കും. ഈ സമയം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, നീ ആ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദത്തം നിറവേറുവാനുള്ള സാഹചര്യത്തെ എൻ്റെ ദൈവം നിന്റെ ഭവനത്തിനകത്ത് ഒരുക്കും. സ്തോത്രം. ആമേൻ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് ആരോഗ്യം ഉണ്ടാകുവാൻ വേണ്ട സാഹചര്യത്തെ, ട്രീറ്റ്മെന്റിന് വേണ്ട സാഹചര്യത്തെ, ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ സൗഖ്യമെന്ന സാഹചര്യത്തെ ഈ പകലിൽ കർത്താവ് ഒരുക്കുവാൻ പോവുക. ആമേൻ. ആ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനുള്ള സാഹചര്യത്തെ കർത്താവ് ഒരുക്കുക. ആദ്യം വാഗ്ദത്തം പറയും, പിന്നെ അവൻ സാഹചര്യങ്ങളെ ഒരുക്കും. അതേ, നിങ്ങൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു വഴിയും കാണത്തില്ലായിരിക്കും, പക്ഷേ എൻ്റെ ദൈവം വഴി വെട്ടി നിങ്ങളെ എത്തേണ്ട സ്ഥാനത്തെത്തിക്കും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നതിന് വേണ്ടി അവൻ പുതുവഴി വെട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾക്ക് ചുറ്റുമില്ലാത്ത പുതിയൊരു വഴി, വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന പുതിയൊരു വഴി അവൻ വെട്ടും. ആ വഴിയിലൂടെ അവൻ നിങ്ങളെ നടത്തും. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും കുറയാതെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ നിലനിർത്തും. ആമേൻ. താങ്ക് ഗോഡ്. അപ്പോ ദൈവം വാഗ്ദത്തം പറഞ്ഞു, ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കി. ദൈവം, മനുഷ്യൻ. തീർന്നില്ല. 3-ാമതൊരാൾ വേലിക്കപ്പുറത്ത് നോക്കി നിൽക്കുക. വഴിയെ പോയ പോക്കിനല്ല. ഈ പുള്ളിയും ആദ്യം തൊട്ട് ഇത് കേട്ടോണ്ട് നിൽക്കുക. പിശാചാണേ. മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു, അവന് മേൽ വാഗ്ദത്തം പകർന്നു. അപ്പോഴൊന്നും പിശാചിനും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ മനുഷ്യന്റെ മേൽ നിറവേറത്തില്ല, അവൻ ഒറ്റയ്ക്കാണ്. പക്ഷേ പോകയിൽ പിശാചിന് മനസ്സിലായി, ദൈവം വെറും വാക്ക് പറഞ്ഞതല്ല, വാഗ്ദത്തത്തിന് വേണ്ട സാഹചര്യത്തെ ഒരുക്കി. ഹവ്വായെ കൊടുത്തു, കൂട്ടായ്മ കൊടുത്തു. പിശാച് ഞെട്ടിപ്പോയി. ആമേൻ. അതുവരെ പിശാച് അതൊരു കളിതമാശയായിട്ട് എടുത്തതാണ്. ആമേൻ. പലപ്പോഴും വാഗ്ദത്തത്തിന് അടുത്തേക്ക് എത്തുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞത് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് പിശാച് അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. വലിയ പ്രതിസന്ധി കടന്നു വരുമ്പോൾ പ്രിയരെ തിരിച്ചറിയുക, തൊട്ട് മുമ്പിൽ വാഗ്ദത്തമുണ്ട്. നിങ്ങൾക്ക് മുമ്പിൽ കാണാത്ത വാഗ്ദത്തത്തെ പിശാച് കണ്ടിട്ടുണ്ട്. അവൻ ഭയപ്പെടുന്നുണ്ട്, അവൻ വെകളി പിടിച്ചിട്ടുണ്ട്. അതെ, അതിൽ നിന്ന് നിങ്ങളെ ആട്ടി അകറ്റുവാൻ അലറുന്ന സിംഹത്തെ പോലെ പിശാച് വരികയായി. എതിർത്ത് നിൽക്ക്, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആമേൻ. താങ്ക് ഗോഡ്. നോക്കിയേ, കൂട്ടായ്മ. ഹവ്വയും ആദവും ചേരുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തം അവിടെ നിവർത്തിക്കപ്പെടും. അവർ വർദ്ധിക്കും, അവർ പെരുകും, സകലത്തെയും വാഴുവാൻ തക്കവണ്ണം അവർ പ്രാപ്തരായിത്തീരും. അപ്പോൾ ദൈവം ഒരുക്കുന്ന അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമാണ് കൂട്ടായ്മ. അപ്പോൾ പിശാച് എന്താ ചെയ്യുന്നേ? ഈ അനുഗ്രഹം ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിശാച് അവരെ കലക്കി കളയുന്നു, ആ കൂട്ടായ്മയെ തകർത്ത് കളയുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചേക്കാം, ദൈവദാസനെ പഴം തിന്ന കാര്യമാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നതും എഴുതി വെച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? പഴം തിന്നു. തുടർന്ന് എന്താ കാണുന്നേ? ദൈവം വന്നപ്പോൾ ഹവ്വ പറയുകയാണ്, സർപ്പം എന്നെ ചതിച്ചു. പുരുഷൻ എന്താ പറയുന്നത്? നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്ന ഇവളാണ് എന്നെ ചതിച്ചത്. കൂട്ടായ്മ തകർന്നു.
ആമേൻ. കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, പഴിചാരൽ. പിന്നെ എന്ത് കൂട്ടായ്മയുള്ള? അതല്ലേ സഹോദരി? പട്ടിണിയാണ് നിനക്ക് പ്രശ്നമല്ല, ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷേ നിന്റെ ഭർത്താവ് തള്ളിപ്പറയുന്ന ഒരു മൊമെന്റ് വന്നാൽ തീർന്നില്ലേ സഹോദര? ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്റെ ഭാര്യ നിന്നെ തള്ളിപ്പറയുന്നൊരു സഹിക്കാൻ പറ്റുമോ? തകർന്നു പോകത്തില്ലേ ഹൃദയം? അതാ പിശാചിനും ആവശ്യം. അവിടെ പിശാച് തകർത്തത് ആ കൂട്ടായ്മയാണ്. ദൈവം അവരുടെ മേൽ കൊടുത്ത അനുഗ്രഹം നിറഞ്ഞു നിൽക്കേണ്ട ആ പാത്രത്തെ, കുടുംബമെന്ന പാത്രത്തെ പിശാച് തകർത്ത് കളഞ്ഞു. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് തന്ന കൂട്ടായ്മയെ, നിങ്ങളുടെ പങ്കാളിയെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ആത്മീയ ജീവിതം മുൻപോട്ട് പോകുവാനായി തന്ന കൂട്ടായ്മയെ അതിനെ തകർത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം പിശാചിനറിയാം അത് പൊളിഞ്ഞു പോയാൽ ആ വാഗ്ദത്തം നിറവേറത്തില്ല. വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനം കൂട്ടായ്മയാണ്. ഭർത്താവുമായുള്ള കൂട്ടായ്മ, മക്കളുമായുള്ള കൂട്ടായ്മ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായുള്ള കൂട്ടായ്മ. ഈ പകലിലും പ്രൈസർ ഫാമിലി അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ആ കൂട്ടായ്മയുടെ അനുഭവം നൽകിക്കൊണ്ടേ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അതറിയാം. ആമേൻ. അപ്പോൾ ആ കൂട്ടായ്മയാണ് നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്നത്. എന്നാൽ പിശാച് ചെയ്യുന്നത് ആ കൂട്ടായ്മയെ തകർക്കും. ആത്മീയ കൂട്ടായ്മയെ തകർക്കും, കുടുംബജീവിതത്തിലെ കൂട്ടായ്മയെ തകർക്കും. പ്രിയരെ, പിശാചിനെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പിശാച് കൗശലമേറിയവനാണ്. അതുകൊണ്ട് അവൻ കൗശലങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ഭാര്യയുടെ അടുക്കൽ പിശാച് കടന്നു വരും. എടീ, നീ കണ്ടോ നിന്റെ ഭർത്താവ് അവിടെ നിൽക്കുന്നത്? ഞാൻ കണ്ടു. അയ്യോ, കേൾക്കുമ്പോൾ വിഷമം വരും. എങ്കിലും ഭർത്താവിനേക്കാൾ കൂടുതൽ ആ പാമ്പിനെ വിശ്വസിക്കുന്ന സഹോദരി ഒന്ന് ചിന്തിച്ചേ, എവിടെ ഒരു കുഴപ്പമില്ലേ? പാമ്പ് അത് തന്നെ. അയൽവക്കത്തെ വെള്ളം ഒഴിച്ച് കിടന്ന് ഇഴയുന്ന പാമ്പിനെ കുറിച്ചല്ല കേട്ടോ വന്ന് പറഞ്ഞു തരുന്ന. എടീ, നീ അറിഞ്ഞോ, ഞാൻ കണ്ട്, എൻ്റെ ഭർത്താവ് കണ്ട്, എൻ്റെ മോൻ കണ്ട്. കൗശലം. അതേ സഹോദര, കൗശലവുമായിട്ട് പിശാച് നിന്റെ അടുക്കൽ വരും. നിന്റെ കൂട്ടായ്മയെ പൊളിക്കുവാൻ വേണ്ടി, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? ചുമ്മാതാന്നേ ഇവർക്കൊപ്പമൊക്കെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നേ. ഇതിൻ്റെ വല്ലതൊക്കെ ആവശ്യമുണ്ടോ? അവരിപ്പോൾ അങ്ങ് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പിശാച് പറയുന്ന ഒരു പരിധി വരെ ശരിയാ. പിശാചിന് എൻ്റെ അനുഭവം കിട്ടിക്കാണോ? അങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ പ്രൈസർ ഫാമിലി അങ്ങനെയല്ല, ഒപ്പമുള്ളവർക്കറിയാം. സ്തോത്രം. ഞങ്ങൾ വില കൊടുക്കുന്നത് ദൈവത്തിനും ദൈവത്തിൻ്റെ ആലോചനകൾക്കുമാണ്. കൂട്ടായ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. ദൈവം പ്രവർത്തിക്കും. ഞങ്ങളുടെ വാക്ചാതുര്യം കൊണ്ടല്ല, ഞങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തിയുടെ മേന്മ കൊണ്ടല്ല, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അപ്പോൾ പിശാച് എന്താ ചെയ്യും? കൂട്ടായ്മയെ തകർത്തോളാം. കൂട്ടായ്മയെ തകർത്തോളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചിലർ പിന്നെയും പറയും, വർദ്ധിച്ചുവല്ലോ, ഭൂമി മുഴുവനും നിറഞ്ഞുവല്ലോ. പക്ഷേ അവരേത് സ്ഥാനത്തായിരുന്ന് വർദ്ധിച്ച് പെരുകി സകലത്തെയും വാഴുവാൻ ദൈവം ആഗ്രഹിച്ചുവോ ആ സ്ഥാനത്ത് നിന്ന് അവർ പുറത്തായി. ഫലമെന്താണ്? പെരുകി വർദ്ധിച്ചതിനെ വാഴുവാൻ കഴിയാത്ത സാഹചര്യം അവർക്കുണ്ടായി. അഥവാ പെരുകി വർദ്ധിച്ചതൊക്കെ അവരെ വാഴുവാനായി തുടങ്ങി. അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി മുള്ളും പറക്കാരെയും നിറഞ്ഞ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രിയരെ, നിങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ ഭാര്യയുമായുള്ള ബന്ധം, ഭർത്താവുമായുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം, അമ്മയപ്പന്മാരുമായുള്ള ബന്ധം, അതേ അനുഗ്രഹത്തിൻ്റെ ബേസായ കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരദേശയിൽ നിന്ന് നിങ്ങൾ മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന നരകതുല്യമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരും. പണമുണ്ടാകാം, പല പല സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്നുണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയത്തില്ല. നിരാശ, ഭയപ്പാട്, ഭാരം. പലരും വേദനയോടെ, നിരാശയോടെ പറയുന്നത് ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്. ആവർത്തിച്ച് തന്നെ ദൈവദാസനെ എല്ലാം ഉണ്ട്. എൻ്റെ മക്കൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ ഭർത്താവിനെ എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പിന്നെ എന്ത് ജീവിതമാണ്? പിന്നെ അതൊരു ജീവിതമല്ല. അത് തന്നെയാണ് പിശാചിൻ്റെയും ആഗ്രഹം. നിന്റെ കൂട്ടായ്മ പൊളിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നീ വർദ്ധിച്ചു പെരുകി സകലത്തെയും വാഴുവാൻ കഴിയാത്ത അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. വർദ്ധിക്കും, പെരുകും, പക്ഷേ സകലതും നിന്നെ വാഴുവാനായി തുടങ്ങും. രോഗങ്ങൾ നിന്നെ വാഴുവാൻ തുടങ്ങും, കടം നിന്നെ വാഴുവാൻ തുടങ്ങും. നീ വാഴേണ്ടതിനെ നിന്നെ വാഴുവാൻ തക്കവണ്ണം പിശാച് നിന്റെ ജീവിതത്തെ ട്യൂൺ ചെയ്ത് മാറ്റിക്കളയും. അതുകൊണ്ട് ആ പിശാചിന്റെ പ്രവൃത്തി തിരിച്ചറിഞ്ഞ് വേലിക്കൽ വന്നു നിന്ന് ആ പിശാചിനോട് ഓടിപ്പോയിക്കോളാൻ പറയണം. എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം, എൻ്റെ ഭാര്യയെ എനിക്കറിയാം, എൻ്റെ മക്കളെ എനിക്കറിയാം,
ഞങ്ങളുടെ ശുശ്രൂഷകനെ ഞങ്ങൾക്കറിയാം. ഇത് പറയുവാനുള്ള ആർജവം ഉണ്ടാകണം പ്രിയരെ. കാരണം ഈ ബേസ്മെന്റിലാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. പിശാച് ഓടുമ്പോൾ ആ ജോലി സ്ഥലത്ത് നിന്നെ വാഴുന്ന സകലത്തെയും നീ വാഴുവാനായി തുടങ്ങും. യേശുവിൻ നാമത്തിൽ ചിലരെ വാഴുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. ആ പിശാച് ഓടിപ്പോകുമ്പോൾ കുടുംബജീവിതത്തിൽ നിന്നെ ഇന്ന് വാണുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും വാഴുവാൻ തക്കവണ്ണം സഹോദരി സഹോദരാ ദൈവം നിന്നെ ചില സ്ഥാനങ്ങളിൽ എടുത്തുയർത്തും. ഭാര്യ എന്ന ആ സ്ഥാനത്ത് നിന്നെ ഉറപ്പിക്കും. ഭർത്താവ് എന്ന ആ സ്ഥാനത്ത് നിന്നെ ഉറപ്പിക്കും. അമ്മയപ്പന്മാരെ മാതാപിതാക്കൾ എന്ന സ്ഥാനത്ത് നിങ്ങളെ ഉറപ്പിക്കും. താങ്ക് യു ലോർഡ്. ഇന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ല. മക്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നു. അയ്യോ, കൂട്ടായ്മയെ തകർക്കുവാൻ പിശാച് പലതും പറയുന്നുണ്ട്. മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളായല്ല, ഒറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളായല്ല. തിരിച്ചറിയുക. ഹവ്വയ്ക്ക് പാമ്പിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തിരിച്ചറിയണം, അവളെ ഞാൻ ഒറ്റയ്ക്കാക്കി പോയത് കൊണ്ടാണ്. അതേ ജീവിതത്തിൽ നമുക്കൊപ്പമുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയുക, എവിടെയോ നമ്മളും അവരുമായുള്ള ബന്ധം മുറിഞ്ഞുപോയി. അവർ ആഗ്രഹിക്കുന്ന നിലയിൽ അവരുമായി നമുക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ആ ഒരു ഗ്യാപ്പാണ് പിശാച് മുതലെടുത്തത്. പലരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഗ്യാപ്പ് കൊടുക്കരുതേ, ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട് ഏറ്റവും അടുത്ത്. അതിന് മധ്യത്തിൽ ഒരല്പം വിടവ് പോലും കാണരുത്. മൂന്നാമതൊരാളിന് കയറി നിൽക്കാൻ, ഒരു പന്ന പിശാചിനും കയറി നിൽക്കുവാൻ നിങ്ങളൊരു ഇട കൊടുക്കരുത്. എങ്കിൽ ദൈവം പറഞ്ഞ വാഴ്ച നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും, വർധനവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അതേ ആ അനുഗ്രഹം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ബന്ധങ്ങളെ ദൈവം ദൃഢപ്പെടുത്തട്ടെ. അപ്പോൾ ഇന്ന് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. എല്ലാവരും കണ്ണടച്ചാട്ടെ. ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകുവാൻ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച ഭാര്യമാരായി കേൾക്കുന്നവർ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ അകൽച്ചകൾ ഇന്ന് മാറണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇന്ന് മാറണം. ഇനി തമ്മിലൊരു അകൽച്ചയില്ല, ചേർന്ന് വരികയാണ്. നിങ്ങൾ ഒരു ദേഹമായി. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിഷം കുത്തിവെക്കുന്ന സകല പന്ന പിശാചുകളും പുറത്തു പോകട്ടെ. ചില വാക്കുകൾ, ചില വ്യക്തികളുടെ വാക്കുകൾ ഡിലീറ്റ് ആവട്ടെ. ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന് അത് ഡിലീറ്റ് ആവട്ടെ. അമ്മയപ്പന്മാരെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ചിലർ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ഭാര്യയുടെ വാക്കിനേക്കാൾ പ്രാധാന്യമുള്ള ചിലർ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ഭർത്താവിൻ്റെ വാക്കിനേക്കാൾ, കുടുംബത്തെക്കാൾ അധികം പ്രാധാന്യമുള്ള ചിലർ ഭാര്യയിൽ നിന്ന് വിട്ടുപോകട്ടെ. അവർ ഒരുമിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ചേർന്ന് വരട്ടെ. ആ സ്നേഹം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി സ്ഥലത്ത് നന്മ പ്രാപിക്കുന്നതിന് തടസ്സമായി സ്തോത്രം, അകലം വർദ്ധിപ്പിക്കുന്ന, കലഹവും ഉണ്ടാക്കുന്ന സകല വെല്ലുവിളിയും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തൊഴിൽ മേഖലയിൽ അനുഗ്രഹമായി തീരട്ടെ. തൊഴിൽ മേഖലയ്ക്ക് വിരോധമുള്ള സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ആത്മീയ ജീവിതം കൂട്ടായ്മയിൽ നിന്ന് വരെ അകറ്റിക്കളയുന്ന പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പിശാച് ഓടിക്കുന്ന അവസ്ഥ മാറട്ടെ. ഇപ്പോൾ കൂട്ടായ്മയിൽ ഇവർ ചേർന്ന് വരട്ടെ. ദിവസം പ്രതിയുള്ള ആത്മീയ അനുഭവത്തിൽ ഇവർ ചേർന്ന് വരട്ടെ. ദൈവത്തോടൊപ്പം ചേർന്ന് വരട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളുടെ ഭാവികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കേസ് സംബന്ധമായി കോടതി കയറി ഇറങ്ങുന്നവർക്ക് ഇന്ന് പകൽ തീർപ്പുണ്ടാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സ്തോത്രം. വാഹനങ്ങൾ വാങ്ങട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. വിൽപ്പനയും വാങ്ങലും തകൃതിയായി നടക്കട്ടെ. ആമേൻ. ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ദാരിദ്ര്യം മാറട്ടെ. ഇപ്പോൾ വർദ്ധിക്കട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ബിസിനസ്സുകൾ, തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. സകല ഐക്യത കുറവുകളും മാറിപ്പോകട്ടെ. അനൈക്യതകളും മാറിപ്പോകട്ടെ. സ്നേഹത്തിൽ ഐക്യത ഇവർ ചേർന്ന് വന്ന് പ്രാപിക്കേണ്ടത് മുഴുവനും പ്രാപിക്കുന്ന ദിവസമായി, ആ സാക്ഷ്യം ഞങ്ങൾ കേൾക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെ പൊളിച്ച് കളയത്തില്ല. ഞങ്ങൾ നിങ്ങളെ പണിതെടുക്കും. ഞങ്ങളുടെ പേരുള്ള ശുശ്രൂഷ അതാണ്. തകർന്നു പോയ ഞങ്ങളുടെ ജീവിതത്തെ പണിത് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാണ് നിന്റെ ശുശ്രൂഷ. ആമേൻ. നിങ്ങൾ സന്തോഷമായി, ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബമായി സന്തോഷമായി ഇരിക്കണമെന്ന് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അവിധത്തിൽ പ്രയോജനപ്പെടുത്തും. അപ്പോൾ നാളെ പകൽ ദൈവം അനുവദിച്ചാൽ
പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന ഇപ്പോൾ നിങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച ഇതേ മെസ്സേജുമായി നമ്മൾ നാളെ ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.